പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓൾറെഡി നിങ്ങൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതുപോലെ സൗണ്ടിനും റിഫ്ലക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡു സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് വെൻ ദ ഹിറ്റ് ഒബ്ജക്ട്സ്, അതായത് സൗണ്ട് വേവ്സ് വസ്തുക്കളിൽ തട്ടുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അറേഞ്ച് 2 PVC pipe of 1 meter in length, a glass plate and an alarm clock as shown in the figure. അതായത് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് പോലെ 1 മീറ്റർ ലെങ്ത്തുള്ള 2 PVC പൈപ്പ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ AB എന്ന് പറഞ്ഞിട്ടുള്ള 2 PVC പൈപ്പുകളാണ് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് അവിടെ ഒരു അലാറം ക്ലോക്കും കാണിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് ദ പൈപ്പ് B അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ലിസൺ ടു ദ ടിക്കിംഗ് സൗണ്ട് ഫ്രം ദ ക്ലോക്ക്. അതായത് B എന്ന പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അലാറം ക്ലോക്കിൽ നിന്നുള്ള ടിക്കിംഗ് സൗണ്ട് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ടിക്കിംഗ് സൗണ്ട് ബീങ് ഹിയർഡ് ഫ്രം ദ ക്ലോക്ക് ത്രൂ ദ പൈപ്പ് B. അതായത് ഈ B എന്ന് പറഞ്ഞ പൈപ്പിലൂടെ ആ ടിക്കിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കാരണം, അതായത് ഈ ക്ലോക്കിൻ്റെ അടുത്തിരിക്കുന്ന പൈപ്പ് A ആണ്, എന്നിട്ട് നമുക്ക് Bയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ദ സൗണ്ട് ഈസ് ഹിയർഡ് ത്രൂ ദ പൈപ്പ് B ബിക്കോസ് സൗണ്ട് വേവ്സ് റിഫ്ലക്റ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്ലാസ് പ്ലേറ്റ്. അതായത് ഈ അലാം ക്ലോക്കിൽ നിന്നുള്ള ടിക്കിംഗ് സൗണ്ട് A എന്ന പൈപ്പിലൂടെ സഞ്ചരിച്ച് ഗ്ലാസ് പ്ലേറ്റിലെത്തി അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്റ്റ് ചെയ്ത സൗണ്ടാണ് B എന്ന പൈപ്പിലൂടെ പുറത്ത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, B എന്ന പൈപ്പിൻ്റെ അറ്റത്ത് നിന്ന് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് റഫ് സർഫസസ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്. ഡോണ്ട് യു ഫീൽ എ ഡിക്രീസ് ഇൻ ദ ലൗഡ്നെസ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സൗണ്ട്? വാട്ട് ഈസ് ദ റീസൺ? അതായത് റഫ് സർഫസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ഷൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. സ്മൂത്ത് സർഫസസ് റിഫ്ലക്റ്റ് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. റഫ് സർഫസിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് സൗണ്ടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്മൂത്ത് സർഫസസ് ആയിരിക്കും. ദെൻ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്, 1.18 Aയും Bയും. അതായത് സൗണ്ട് ബോർഡ്സ്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സൗണ്ട് ബോർഡ്. അതേപോലെ കേർവ്ഡ് സീലിംഗ് ഇൻ ഹാൾസ്. ഒന്നാമത്തെ ഫിഗറിൽ നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ അതേപോലെ സൗണ്ട് ബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ മൂലം സൗണ്ട് കുറച്ചും കൂടെ നല്ല ഹൈ ലെവലിൽ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ഫിഗർ കേർവ്ഡ് സീലിംഗ് ഇൻ ഹാളിലൊക്കെ സീലിംഗൊക്കെ കേർവ് ഷേപ്പ് ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ സൗണ്ട് കൂടുതൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലിസണേഴ്സിന് കേൾക്കാൻ പറ്റും. ദിസ് ഹെൽപ്പ് ടു റിഫ്ലക്റ്റ് സൗണ്ട് ഫ്രം എ സോഴ്സ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ടു ഓൾ പാർട്സ് ഓഫ് ദ ഹാൾ. അപ്പോൾ ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ സൗണ്ട് സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു ടേമാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദ ഫിഗർ ഷോസ് ഹൗ സൗണ്ട് ഫ്രം എ സോഴ്സ് റീച്ചസ് എ ലിസണർ ഇൻ എ ക്ലോസ്ഡ് വാൾ. അതായത് ഒരു ക്ലോസ്ഡ് ഹാളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് എങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കാമെന്നാണ് ആ ഒരു ഫിഗറിൽ. അതായത് സീലിങ്ങിൽ തട്ടിയിട്ട് വാളിൽ തട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഡസ് സൗണ്ട് ഫ്രം എ സോഴ്സ് ഓൾവേസ് ട്രാവൽ ഡയറക്ട്ലി ടു ദ ലിസണർ? നോ. അതായത് ഒരു സൗണ്ടിൽ ലിസണറുടെ അടുത്തേക്ക് സൗണ്ട് ഡയറക്റ്റായിട്ട് മാത്രമാണോ പാസ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, കാരണം ഡയറക്റ്റായിട്ട് മാത്രമല്ല, അവിടെ ഇവിടെയൊക്കെ തട്ടി റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് അയാളുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അത് ആ ടേം തന്നെ ഉണ്ടല്ലോ, അതായത് മൾട്ടിപ്പിളായിട്ട് റിഫ്ലക്ഷൻ നടക്കുക. റിഫ്ലക്റ്റ് ചെയ്ത സൗണ്ട് വേവ്സ് വീണ്ടും റിഫ്ലക്ഷൻ നടന്നതിന് ശേഷം നമ്മുടെ ചെവിയിൽ എത്തുന്നതിനാണ്, ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആർ ദർ ഇൻസ്റ്റൻസസ് വെൻ റിഫ്ലക്റ്റഡ് സൗണ്ട് ആർ ഹിയർഡ് ഡിസ്റ്റിങ്ക്റ്റ്ലി? അതായത് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ടിന് നമുക്ക് വേർതിരിച്ച് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ എക്കോ എന്താണെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറയലുണ്ടല്ലോ, ഒരാൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്നതിനാണ് റിപ്പീറ്റേഷൻ അല്ലേ നമ്മൾ എക്കോ എന്ന് പറയാം. ഹവ് യു എവർ ഹാഡ് ദ എക്സ്പീരിയൻസ് ഓഫ് മേക്കിംഗ് എ ലൗഡ് സൗണ്ട് അറ്റ് ദ എക്കോ പോയിൻറ്റ് ആൻഡ് ഹിയറിംഗ് ദ സെയിം സൗണ്ട് എഗെയിൻ ആഫ്റ്റർ എ വൈൽ? അതായത് എക്കോ പോയിൻറ്റിൽ വെച്ച് നമ്മളൊരു അല്ലെങ്കിൽ ഒരു വലിയ മലൻ്റെ താഴേക്ക് വെച്ചിട്ട് നമ്മളൊരു വലിയൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കുറച്ച് സമയത്തിന് ശേഷം അതേ സൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. While speaking loudly in a closed and empty large hall and calling or clapping loudly at a distance from a great mountain, isn't it possible to hear the same sound again after a while? This is possible due to the phenomena of echo. അതായത് നമ്മൾ പുറപ്പെടുവിച്ച അതേ സൗണ്ട് തന്നെ വീണ്ടും കേൾക്കാൻ കാരണം എക്കോ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ കൊണ്ടാണ്. ഇനി എക്കോ എന്താണെന്നൊരു ഫിനോമിന കൊണ്ടാണ് പറയുന്നത്. ഈ എക്കോൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. Echo is the sound heard after a while due to the reflection of the initial sound. ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അതേ സൗണ്ട് വീണ്ടും കേൾക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്.
വൈ ഡോണ്ട് വി ഹിയർ എക്കോ ഇൻസൈഡ് എ സ്മോൾ റൂം? എന്തുകൊണ്ടാണ് ഒരു ചെറിയ റൂമിലെത്തുന്ന സമയത്ത്, ചെറിയ റൂമിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എക്കോ കേൾക്കാൻ കഴിയാത്തത്? അതായത് ഒരു മിനിമം ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ലിസണർ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് ദ ഫസ്റ്റ് സൗണ്ട് ഈസ് ടു ബി ഹിയർഡ് ഡിസ്റ്റിങ്ക്ലി ആഫ്റ്റർ റിഫ്ലക്ഷൻ? അതായത് റിഫ്ലക്ഷന് ശേഷം ആദ്യത്തെ ശബ്ദം നല്ല കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആ സൗണ്ടും ആ ലിസണറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, മിനിമം ഡിസ്റ്റൻസ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ടേം പഠിക്കാനുണ്ട്. The auditory experience produced by a sound persists for about 1/10 of a second. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് 1/10 സെക്കൻഡ് ടൈം നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. അതിനാണ് എന്ത് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. ദിസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. If another sound falls on the ear during this time, it is felt as if they are heard together. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ മറ്റൊരു സൗണ്ടും കൂടെ നമ്മൾ കേൾക്കാൻ ഇട വന്നാൽ രണ്ട് സൗണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് കേൾക്കുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ മറ്റ് സൗണ്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ ആ ഓരോ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ള, പേജ് നമ്പർ 22. How long will it take to hear the echo distinctly after hearing the first sound? അതായത് ആദ്യത്തെ സൗണ്ട് കേട്ടതിന് ശേഷം എക്കോ കൃത്യമായിട്ട് കേൾക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു സൗണ്ട് 1/10 സെക്കൻഡാണ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുക. അപ്പോൾ 1/10 എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിങ് ദിസ് ടൈം? ഈ ഒരു സമയം കൊണ്ട് എത്ര ദൂരമാണ് സൗണ്ട് ട്രാവൽ ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആസ് 350 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സൗണ്ടിൽ എയറിലൂടെയുള്ള സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. സ്പീഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം എന്ന് പറഞ്ഞാൽ 1/10 സെക്കൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 35 മീറ്റർ ആയിരിക്കും. For the echo to be heard, the reflecting surface must be at least 17.5 meter away. That is half of 35 meter. അതായത് ഒരു സൗണ്ട്, ഒരു എക്കോ നമുക്ക് കേൾക്കണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 35 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലായിരിക്കും, 17.5 മീറ്റർ അങ്ങോട്ടും 17.5 മീറ്റർ തിരിച്ചും വരണം. അത്രയും ലെങ്ത് വേണമല്ലോ, അതാണ് ടോട്ടൽ 35 എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് മോർ ദാൻ 17.5 മീറ്റർ, ദ സെയിം സൗണ്ട് ക്യാൻ ബി ഹിയർഡ് ആൻഡ് ഡിസ്റ്റിങ്ഷ്ഡ് അഗൈൻ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം 17.5 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമുക്ക് സെയിം സൗണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വേർതിരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് എക്കോ നമുക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 17.5 മീറ്റർ ആയിരിക്കണം. നെക്സ്റ്റ്, ദ എക്കോ ഓഫ് ദി ഫയർ ക്രാക്കർ ഈസ് ഹിയർഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹൂ ബേസ്റ്റ് ഇറ്റ്. അതായത് ഒരു എക്കോ അല്ലെങ്കിൽ ഒരു പടക്കം, ഒരു കതിര പൊട്ടിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ആ പടക്കം പൊട്ടിച്ചതിന് ശേഷം, പടക്കം ബേസ്റ്റ് ചെയ്തതിന് ശേഷം 1 സെക്കൻഡിന് ശേഷമാണ് ആ എക്കോ അയാൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ഹൗ ഫാർ ഇസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ? അതായത് ഈ എക്കോ കേൾക്കുന്ന ആളിൽ നിന്ന് എത്ര ദൂരത്തിലായിരിക്കും ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നാണ് ക്വസ്റ്റ്യന്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 350 മീറ്റർ പെർ സെക്കൻഡ്. ലെറ്റ് d be the distance to the reflecting surface. Then the total distance travelled by the sound to the reflecting surface and back will be 2d. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ദൂരം d ആണെങ്കിൽ ആ സൗണ്ടിന് ട്രാവൽ ചെയ്യേണ്ട ദൂരം അല്ലെങ്കിൽ എക്കോ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം, റിഫ്ലക്റ്റിംഗ് സർഫസിൽ എത്തിയാൽ പോരല്ലോ, അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്യണം, ആ പേഴ്സണിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ 2d ആയിരിക്കും. സോ സ്പീഡ് ഓഫ് സൗണ്ട് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. സ്പീഡ് ഓഫ് സൗണ്ട് നമുക്ക് v എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. സോ v ഈക്വൽ ടു 2d/t. ദെൻ നമുക്ക് 2d അല്ല d ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, d ഈക്വൽ ടു v ഇൻറ്റു t/2 എന്ന് എഴുതാം. അതായത് ഇവിടെ v എന്ന് പറഞ്ഞാൽ 350 ആണ്. സോ 350 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 മീറ്റർ, ദാറ്റ്സ് ഈക്വൽ ടു 175 മീറ്റർ. ദ റിഫ്ലക്റ്റിംഗ് സർഫസ് വിൽ ബി 175 മീറ്റർ എവേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ? അതായത് വാട്ടറിൽ എക്കോ കേൾക്കണമെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസും സോഴ്സും തമ്മിൽ എത്രയാണ് മിനിമം ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ആസ് 1480 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്,
മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കൊടുത്ത അതേ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കാണാം. വി ഈക്വൽ ടു 2D/t. അപ്പോൾ 2D എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ടി ആണ്. അതായത് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ കാണേണ്ടത്. സോ 1480 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 1/10, അതായത് സെപ്പറേറ്റ് തരാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 148 ആയിരിക്കും. അത് 2D 148 ആണ്. നമുക്ക് വേണ്ടത് എന്താ, ഡിസ്റ്റൻസ് ആണ്. അതായത് പിന്നെ സോഴ്സും അതിൽ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഡി ആണ്. സോ ഡി ഈക്വൽ ടു 148/2, ദാറ്റ്സ് ഈക്വൽ ടു 74 മീറ്റർ. ഇഫ് സൗണ്ട് ഈസ് മെയ്ഡ് ഇൻ ആൻ എംപ്റ്റി റൂം, വൈ ഈസ് എ ബൂം ഫെൽറ്റ്? ഒരു എംപ്റ്റി റൂമിൽ വെച്ചിട്ടാണ് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബൂം ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അതൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, 1.21. നമുക്ക് ഹെഡിങ് ആയിട്ട് നെക്സ്റ്റ് നോക്കാനുള്ളത് റിവർബറേഷൻ. Even if a small sound is produced inside the whispering gallery of Gol Gumbaz in Bijapur, Karnataka, it can be heard repeatedly throughout the gallery. അതായത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ വിസ്പറിംഗ് ഗ്യാലറിനെ കുറിച്ച്. അതായത് വിസ്പറിംഗ് ഗ്യാലറിയിൽ നമ്മൾ ചെറിയൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ പോലും അതെന്ത് ചെയ്യുക, റിപ്പീറ്റായിട്ട് ഗ്യാലറി മുഴുവൻ കേൾക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു ദ ബൂം കോസ്ഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് വേവ്സ് ഓൺ ദ സ്ഫെരിക്കൽ വാൾ. അതായത് അവിടെയുള്ള സ്ഫെരിക്കൽ വാളിൽ തട്ടിയിട്ട് ഈ സൗണ്ടിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ബൂം സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. സോ ഇവിടെ റിവർബറേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Reverberation is the lingering of sound even after the original sound has ceased. It is due to the multiple reflection of sound and the boom fades away gradually. അതായത് റിവർബറേഷൻ നടക്കുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ബൂം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. വൈ ആർ ദ വാൾസ് ഓഫ് ലാർജ് ഹാൾ ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് മെയ്ഡ് റഫ്? എന്തുകൊണ്ടാണ് സിനിമ തിയേറ്റേഴ്സിൻ്റെയൊക്കെ ഹാളുകൾ, വലിയ ഹാളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, റഫായിട്ട് മാറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അറിയാം, ടു റെഡ്യൂസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് റിവർബറേഷൻ ഡ്യൂ ടു ഇറ്റ്. അതായത് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും അതേപോലെ റിവർബറേഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് വലിയൊരു സൗണ്ടാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ക്യാൻ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ് എബിലിറ്റി ഹിയർ ഓൾ സൗണ്ട്? അല്ലേ, നിങ്ങൾ എഴുത്ത് പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി അല്ലേ, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ്. അതായത് 20 ഹെഡ്സിൻ്റെ 20,000 ഹെഡ്സിൻ്റെ ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു അതായത് നോട്ട് ദ ലിമിറ്റ്സ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഓഡിബിൾ ടു ഹ്യൂമൻ ഇൻ ഫിഗർ 1.22. അതായത് ഓഡിബിൾ ടു ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് 20 ഹെഡ്സ് ആൻഡ് 20,000 ഹെഡ്സ്. അതിൻ്റെ ഇടയിലുള്ള സൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റൂ. ഇനി അതിൽ 20 ഹെഡ്സിൽ കുറവുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിലും കൂടുതലുള്ള സൗണ്ടിന് അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക. അതായത് ചില ഡോഗ്സിനൊക്കെ അൾട്രാസോണിക് സൗണ്ട്സ് കേൾക്കാൻ പറ്റും. then അവിടെ മൂസ്, എലഫൻറ്റ്, ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൾട്ടൺ വിസിൽ യൂസ്ഡ് ഫോർ ട്രെയിനിങ് ഡോഗ്സ് ഈസ് അബൌട്ട് 30,000 ഹെഡ്സ്. ക്യാൻ ഹ്യൂമൻ ഹിയർ ദ സൗണ്ട് ഓഫ് ഗാൾട്ടൺ വിസിൽ? അതായത് നായകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിസിലാണ് എന്ത് ചെയ്യുന്നത്, ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ. ഈ ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 ഹെഡ്സ് ആണ്. ഇത് നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോ, കാരണം നമുക്ക് 20,000 ഹെഡ്സ് ഉള്ളത് മാത്രമേ കേൾക്കാൻ പറ്റുമല്ലോ, അതിലും കൂടുതലാണല്ലോ 30,000 എന്ന് പറയുന്നത്. നോക്കാം എന്താ ടെക്സ്റ്റ് പറയുന്നത്. ദർ ആർ ഹൈ ആൻഡ് ലോ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇൻ നാച്ചുർ. അല്ലേ, പ്രകൃതിയിൽ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള സൗണ്ട് ഉണ്ട്. ബട്ട് ഹ്യൂമൻ ക്യാനോട്ട് ഹിയർ ദ സൗണ്ട് ഓഫ് ഓൾ ഫ്രീക്വൻസി. എല്ലാ ഫ്രീക്വൻസിയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. There is a limit to the range of frequency of sound that human can hear. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. For a person with normal hearing, the lower limit of audible sound is about 20 Hz and the upper limit is about 20,000 Hz or 20 kilohertz. Sound with a frequency below 20 Hz is infrasonic and sound with a frequency more than 20,000 Hz is ultrasonic. ഇത് നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം എപ്പോഴും തെറ്റിക്കുന്ന, അതായത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ 20 ഹെഡ്സിൽ കുറവുള്ളതും 20 ഹെഡ്സിൽ കൂടുതലും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. 20 ഹെഡ്സിൽ കുറവുള്ളതും 20,000 ഹെഡ്സിൽ കൂടുതലുള്ളതുമാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റാത്തത്. അപ്പോൾ മനുഷ്യന്മാർ ഓഡിബിലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 20 ഹെഡ്സ് ആൻഡ് 20,000 ഹെഡ്സ്. ഈ 20 ഹെഡ്സ് കുറവുള്ള ഫ്രീക്വൻസി ഉള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിൽ 20,000 ഹെഡ്സിൽ കൂടുതലുള്ളതിനെ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയാം.
Using ultrasonic sound, bat can travel smoothly and catch prey easily, even in the dark. Ultrasonic waves are used in many situations. അതായത് നമുക്കറിയാം ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ മൃഗങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ കുറച്ചുകൂടെ മുന്നിൽ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാറ്റ് വവ്വാലിനൊക്കെ എന്ത് ചെയ്യുക, രാത്രിയിലും അതിൻ്റെ ഇര പിടിക്കാനും അതേപോലെ സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാനും കഴിയുന്നത് ഈ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. Then uses of ultrasonic waves. In the medical field, ultrasonic waves are used for the diagnosis and treatment. ഇനി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നിയിലുള്ള ചെറിയ കല്ലുകളൊക്കെ പൊടിച്ച് നീക്കം ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇൻ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ടു ടേക്ക് ഇമേജസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നിയുടെയും ലിവറിൻ്റെ, ഗോൾ ബ്ലാഡറിൻ്റെ, യൂട്രസിൻ്റെ, ഗർഭപാത്രത്തിൻ്റെ ഒക്കെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് വേവ്സ് അല്ലെങ്കിൽ അൾട്രാസോണിക് സ്കാനിങ് എന്നൊക്കെ പറയല്ലേ, അവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. അൾട്രാസോണിക് വേവ്സ് ദാറ്റ് ട്രാവൽ ത്രൂ ബോഡി ടിഷ്യൂ സ്ട്രൈക്ക് ആൻഡ് റിഫ്ലക്റ്റ് അറ്റ് ഏരിയാസ് ഓഫ് വാരിങ് ഡെൻസിറ്റി ഇൻ ദ ടിഷ്യൂ. ദീസ് വേവ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽസ് ടു ഫോം ആൻ ഇമേജ് ഓഫ് ദി ഓർഗൻ. ദിസ് ടെക്നിക് ഈസ് അൾട്രാസോണോഗ്രഫി. അതായത് ഫിഗർ 1.25 അവിടെ കൊടുത്തിട്ടുണ്ട്. അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് വേവിന് ബോഡി ടിഷ്യൂവിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രൈക്ക് ചെയ്ത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ, അതായത് ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഏരിയയിൽ എത്തുന്ന സമയത്ത് അതിന് അവിടെ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോർ ക്ലീനിങ് സ്പൈറൽ ട്യൂബ്, ഇറഗുലർ മെഷീൻ പാർട്സ് ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ്. അതായത് ഈ സ്പൈറൽ ഷേപ്പിലുള്ള ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള വേരിയേഷൻ കൊണ്ട് അവിടെ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ പൊടികളൊക്കെ നീക്കം ചെയ്യാൻ കഴിയുന്നത്. ഇൻ ദ ഡിവൈസസ് കോൾഡ് സോണാർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. അതായത് വാട്ടറിൻ്റെ അടിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, സോണാർ. ഇത് നെക്സ്റ്റ് ഇവിടെ ഒരു പ്രോബ്ലമാണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് ആൻ അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ ഇൻസ്റ്റാൾഡ് ഓൺ എ ഷിപ്പ് ഓൺ ദ സർഫസ് ഓഫ് ദി വാട്ടർ സ്ട്രൈക്ക് എ റോക്ക് അറ്റ് ദി ബോട്ടം ഓഫ് ദ സീ ആൻഡ് റിട്ടേൺ ആഫ്റ്റർ 0.2 സെക്കൻഡ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഷിപ്പ് ടു ദ റോക്ക്? കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ അൾട്രാസോണിക് വേവ് ഇൻ സീ വാട്ടർ ഈസ് 1522 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു വാട്ടറിൻ്റെ സർഫസിലുള്ള ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് അൾട്രാസോണിക് വേവ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ അൾട്രാസോണിക് വേവ് എന്ത് ചെയ്യുക, ഒരു റോക്കിൽ തട്ടിയതിന് ശേഷം, കടലിൻ്റെ താഴെ അടിയിൽ കിടക്കുന്ന ഒരു റോക്കിൽ തട്ടിയതിന് ശേഷം അത് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം 0.2 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പിൽ നിന്നും റോക്കിലേക്കുള്ള ദൂരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് എന്ന് പറഞ്ഞാൽ 2D ആണ്. അതായത് ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് റോക്കിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു ദൂരം, അത് 2D ആയിരിക്കും. അവിടെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.2 സെക്കൻഡാണ്. നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ, സ്പീഡ് V എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്, 1522 മീറ്റർ പെർ സെക്കൻഡ്. V ഈക്വൽ ടു 2D/T ആണ്. ദെൻ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ 2D ഈക്വൽ ടു V ഇൻറ്റു T എന്ന് എഴുതാം. സോ 1522 ഇൻറ്റു 0.2 അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 304.4 മീറ്റർ ആയിരിക്കും. ഇവിടെ 2D ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് D ആണ്, ഡിസ്റ്റൻസ് കണ്ടാൽ മതി. സോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 152.2 മീറ്റർ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്റ്റെപ്പ് തന്നെ D ഈക്വൽ ടു V ഇൻറ്റു T/2 എന്ന് വെച്ച് അവിടെ ചെയ്താലും മതി. നേരെ സ്റ്റെപ്പ് കിട്ടും ഒന്നുകിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് വെച്ച് 2D ഫസ്റ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താലും കറക്റ്റ് ആൻസർ വരും. ക്യാൻ വേവ്സ് കോസ് എനി ഹാം? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്. എനി ടൈപ്പ് ഓഫ് വേവ് എബോവ് എ സർട്ടൻ ഇൻറ്റൻസിറ്റി ക്യാൻ കോസ് ഹാംഫുൾ എഫക്റ്റ്. ദർ ആർ ഓൾസോ ഡിസ്ട്രക്റ്റീവ് വേവ്സ്. അതായത് നമ്മൾ വേവ്സിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചും പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സെർട്ടൻ ഇൻറ്റൻസിറ്റി, അതായത് എന്ത് ചെയ്യുക, തീവ്രത കൂടിയ വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അപകടങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതായത് അവിടെ ദർ ആർ ഓൾസോ ഡിസ്ട്രക്റ്റീവ് വേവ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സീസ്മിക് വേവ് ആൻഡ് സുനാമി. എ ബിൽഡിംഗ് ദാറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ എർത്ത് ക്വിക്ക് ഈസ് സീൻ ഇൻ ഫിഗർ 1.28. എർത്ത് ക്വിക്സ് ഓഫൺ കോസ് ഡിസാസ്റ്റർ. അതായത് ഒരു ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ട് ഒരു ബിൽഡിംഗ് തകർന്നിരിക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭൂകമ്പങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സീസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ ദ എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വിക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് മാസീവ് എക്സ്പ്ലോഷൻ.
അതായത് സീസ്മിക് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് ക്വിക്കിൻ്റെ അതേപോലെ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഒക്കെ ഫലമായിട്ട് എർത്ത് ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സാണ് ഇത് സീസ്മിക് വേവ്. സീസ്മോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്. ഈ സീസ്മിക് വേവ്സിനെ കുറിച്ചുള്ള പഠനമാണെന്ത് സീസ്മോളജി. ദ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വിക്ക് ഈസ് ഡിറ്റർമിൻഡ് ബൈ റിക്ടർ സ്കെയിൽ. അതായത് നമ്മൾ പറയുന്നുണ്ട് ഭൂകമ്പങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര തീവ്രത എന്ന് പറയും, പത്രത്തിലൊക്കെ കാണാറില്ലേ തീവ്രതയിൽ, ആ തീവ്രത അളക്കാൻ ഇൻറ്റൻസിറ്റി അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത്. റിക്ടർ സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. Earthquakes that occur at the bottom of oceans or along coastal area can sometimes trigger tsunami waves. അതായത് കടൽ തീരങ്ങളിലും കടലിലൊക്കെ നടക്കുന്ന ഈ എർത്ത് ഭൂകമ്പങ്ങൾ വലിയ സുനാമിക്ക് കാരണമാവാറുണ്ട്. സുനാമി ഈസ് എ സീരീസ് ഓഫ് ജൈജാൻറ്റിക് ഓഷ്യൻ വേവ്സ് കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ ഇൻ ദ സീ. അതായത് സുനാമി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഭയങ്കര ഹൈറ്റിൽ തിരമാലകൾ വരുന്ന അല്ലേ, ആ ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ഓഷ്യൻ വേവ്സാണ് ഇത് ഈ സുനാമിക്ക് കാരണമായിട്ടുള്ളത്. ഇത് അത്രത്തോളം വേവ്സ് വരുന്ന സമയത്ത് ഇത്രയും ഹൈറ്റിൽ വേവ് വരുമ്പോൾ അത്രത്തോളം എന്ത് ചെയ്യുക, ഹൈറ്റിൽ വാട്ടറും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ വലിയ അതുപോലെ എന്ത് ചെയ്യുക, കടൽ തീരങ്ങളിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു സേഫ് ഗാർഡ് അഗൻസ്റ്റ് സുനാമി. അതായത് സുനാമിക്കെതിരായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഫോളോ ദി ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഒഫീഷ്യൽ സുനാമി വാണിംഗ് സെൻറ്റേഴ്സ്. അതായത് സുനാമി ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, സുനാമി വാണിംഗ് സെൻറ്റേഴ്സിൽ നിന്ന് മുന്നറിയിപ്പ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അവിടുന്ന് ജസ്റ്റ് രക്ഷപ്പെടാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ തേടാൻ കഴിയും. എസ്റ്റാബ്ലിഷ് വാണിംഗ് സിസ്റ്റം അല്ലേ, അതായത് എന്ത് ചെയ്യുക, വാണിംഗ് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് തന്നെ വാണിംഗ് കിട്ടുന്നതായിരിക്കും. ബിൽഡ് സുനാമി റെസിസ്റ്റ് ഷെൽട്ടേഴ്സ് അല്ലേ, സുനാമിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഷെൽട്ടേഴ്സ് ഉണ്ടാക്കാം. എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് സുനാമി. അതായത് കൂടുതലും കടൽ തീരത്തുള്ള ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവാന്മാരാക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് എഴുതിയാൽ മതി. അപ്പോൾ അതോടുകൂടി നമ്മൾ 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്ത് ഏതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.